പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മാത്രം. എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ ഒരു സാവകാശം, അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ആത്മീയ കൂട്ടായ്മ നമുക്ക് നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നമ്മെ കാണുന്നവൻ, നമ്മെ കേൾക്കുന്നവൻ, നമ്മെ അറിയുന്നവൻ, നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന സർവശക്തനായ ദൈവം നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം കാത്തിരിക്കുന്നത് ആരെയാണ്? നാം ആരാധിക്കുന്ന ആരെയാണ്? നാം സേവിക്കുന്ന ആരെയാണ്? നമ്മുടെ കർത്താവ് മതിയായവൻ, നമുക്ക് സകലവും നിറവേറ്റി തരുവാൻ മതിയായവനാണ്. കൺവെൻഷൻ യോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ കൺവെൻഷൻ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആത്മാർത്ഥമായി ഹല്ലേലൂയ അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കേണ്ടത്, നാം എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. കർത്താവിൻ്റെ ദാസന്മാർ ഹല്ലേലൂയ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ കർത്താവ് എന്നോട് ഇടപെടണമേ, സംസാരിക്കണമേ, അവിടുത്തെ ശബ്ദം കേൾപ്പിക്കണമേ, അവിടുത്തെ ഹിതം അറിയിക്കണമേ എന്ന് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കിങ്സ്ലി ചെല്ലാൻ നമ്മുടെ നടുവിലുണ്ട്. കർത്താവിൻ്റെ ദാസൻ അനേക വർഷങ്ങളായി ഹല്ലേലൂയ മാർത്താണ്ഡം സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായി അനുഗ്രഹിക്കപ്പെട്ട സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആ സെൻറ്ററിൻ്റെ ഹല്ലേലൂയ തുണை തലവരായി വൈസ് പ്രസിഡൻ്റായി, നമ്മുടെ സ്റ്റേറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റായി ശുശ്രൂഷ ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ കർത്താവ് നമ്മുടെ നടുവിൽ അയച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ഹല്ലേലൂയ തമിഴ്നാട്ടിലെ എവിടെയും മറ്റ് സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സെൻറ്ററിലെ ശുശ്രൂഷകന്മാരായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും, പ്രത്യേക വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, എക്സിക്യൂട്ടീവ്സ് എന്ന കൗൺസിൽ മെമ്പേഴ്സ് എല്ലാവരെയും കർത്താവ് ഹല്ലേലൂയ ഈ വിഷയത്തിൽ വളരെ ശുഷ്കാന്തിയോടെ നിൽപ്പാൻ പ്രാപ്തരാക്കി. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അത് വൃഥാവല്ല. വലിയൊരു കൂട്ടത്തെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ ഈ അടുത്ത ദിവസങ്ങളിൽ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമ്പോൾ തിരുവചനത്തിൽ നിന്ന് ഒരു ഭാഗം ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നു. 53-ാം സങ്കീർത്തനം 2-ാം വാക്യം. 53-ാം സങ്കീർത്തനം 2-ാം വാക്യം എടുത്തവർ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ ഒക്കെയും നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ വിഷയമല്ല. സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുന്നു. ആരെയാ നോക്കുന്നത്? എന്തിനാണ് നോക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നാം എല്ലാവരും ആയിരിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരാണ് നാം എല്ലാവരും. ദൈവവചനത്തിൽ അനേക ഇടങ്ങളിൽ അനേക ബുദ്ധിമാന്മാർ ദൈവത്തെ അന്വേഷിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആരംഭം മുതൽ അവസാനം വരെയും അതിൻ്റെ കഥ അത് നൂற்றுകണക്ക് ആത്മാക്കളോട്, കർത്തദാസന്മാരോട്, പ്രവാചകന്മാരോടിലൂടെയൊക്കെ നിറവേറിയിട്ടുണ്ട്. ഇക്കാലത്ത് നിറവേറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ ഉണ്ടോ? ദൈവം ഇങ്ങനെ നോക്കണമെങ്കിൽ അത് സാധാരണപ്പെട്ട ഒരു വിഷയമല്ല. തിരുവചനത്തെ നാം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ ഒരു മന്ത്രിയെക്കുറിച്ച് വായിക്കുന്നു. ഹി വാസ് ദ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ ഓഫ് ദ ക്യൂൻ ഓഫ് എത്യോപ്യ. അങ്ങനെ
ഉള്ളതായ ഒരു വ്യക്തി ദൈവത്തെ അന്വേഷിക്കാനായിട്ട് പുറപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമുക്കിവിടെ വായിപ്പാൻ കഴിയുന്നു. വളരെ വിശാലമായി പ്രസംഗിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ താല്പര്യമുണ്ടെങ്കിലും അതിന് തക്കതായ സമയം ഇന്നില്ല. എന്നാൽ ഈ വിഷയം വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വിഷയമാണ്. സ്വർഗത്തിലെ ദൈവം ഈ വ്യക്തിയുടേതായ ദാഹം കണ്ടു. ഈ വ്യക്തി എന്ത് ചെയ്തു എന്ന് നാം ആരാഞ്ഞാൽ ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് യെരുശലേമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലം വേദപണ്ഡിതന്മാരുടെ ആ കണക്കുകൂട്ടലിൽ സുഡാനാണ്. സുഡാനിൽ നിന്ന് ഇങ്ങനെ ഒരു തേരിൽ യാത്ര ചെയ്യണമെങ്കിൽ ചെറിയ വിഷയമൊന്നുമല്ല. ഇക്കാലത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്താൽ കയറി ഇരുന്നാൽ മതി, 10-20 മണിക്കൂർ കൊണ്ട് അമേരിക്കൻ സിറ്റികളിൽ ചെല്ലാനിടയാവും. മറ്റ് രാജ്യങ്ങളിലെല്ലാം മണിക്കൂറുകൾ കൊണ്ട് പോയി ചേരാൻ സാധിക്കുന്നു. എന്നാൽ യെരുശലേം വരയ്ക്കും വരാനുള്ള കാരണം ഈ വ്യക്തിക്ക് ദൈവത്തോടുള്ള വലിയ ദാഹം ഉണ്ടായിരുന്നു. ഇത്ര ദാഹത്തോടെ യെരുശലേമിൽ ചെന്നു. വേറെ എവിടെയെല്ലാം ഏതെല്ലാം വിഷയങ്ങൾക്കായിട്ട് ലോകത്തിലെ മന്ത്രിമാരും രാജാക്കന്മാരും എല്ലാം വിരഞ്ഞോടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നാമം അറിയുന്നതായ ദൈവത്തിൻ്റെ വാസസ്ഥലമെന്ന് ഒരു കാലത്ത് അറിഞ്ഞിരുന്ന അവിടത്തേക്ക് യാത്ര ചെയ്തു. തേരിൽ വളരെ ചെലവുള്ള വിഷയമാണ്. തേരോടിക്കാൻ ആൾക്കാർ വേണം, സഹായത്തിന് ആൾക്കാർ വേണം. എത്ര കുതിരകളുണ്ടായിരുന്നു നമുക്ക് ശരിയായിട്ട് ഇവിടെ വായിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ യാത്ര ചെയ്തു. എന്ത് വിഷയം? യെരുശലേമിൽ പോകുവാൻ എന്ത് വിഷയം? അവിടുന്ന് താൻ വാങ്ങിച്ചതായ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം. യെശയ്യാ പ്രവചന ചുരുൾ വാങ്ങി. ആ ചുരുളിൽ എന്തുണ്ട്? പഴയ നിയമത്തിൻ്റെ സുവിശേഷം എന്നറിയുന്നതാണ് യെശയ്യാ പ്രവചനം. ഈ സുവിശേഷം വായിച്ച് വരുന്നതായ വേളയിൽ സ്വർഗത്തിലെ ദൈവം ഒരു ഓർഡർ കൊടുക്കുകയാണ്. ആർക്കാണ് ഓർഡർ കൊടുക്കുന്നത്? ഫിലിപ്പ് എന്ന് പറയുന്നതായ ഇവാഞ്ചലിസ്റ്റിന്. ഇവാഞ്ചലിസ്റ്റ് പ്രവർത്തിക്കുന്നതായ സ്ഥലം ശമരിയ പട്ടണത്തിൽ വലിയ ആത്മീയ ഉണർവുണ്ടായി. ആ ഉണർവിൽ എത്രയെത്ര അത്ഭുതങ്ങളാണ് നടക്കുന്നത്. എത്രയെത്ര ആൾക്കാരാണ് വന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നത്, സ്നാനപ്പെടുന്നത്, ദൈവത്തിനായി വേർതിരിയുന്നത്, ആരാധിക്കുന്നത്. ഗ്രാമമായി അത്ഭുതങ്ങൾ. ഒരു പട്ടണം മുഴുവൻ അത്ഭുതങ്ങൾ. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ ഉണർവ്. ഇത് പത്രോസും യോഹന്നാനും യെരുശലേമിൽ കേട്ടിട്ട് അവരും അവിടെ പോയി ശുശ്രൂഷ ചെയ്തു, നേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരുടെ മേൽ വന്നു. അവരും അത്ഭുതപ്പെട്ടു പോയി. അത്രമാത്രം നല്ലൊരു ഉണർവ്. ഈ ഉണർവിൻ്റെ നടുവിൽ ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നതായ ഈ ഇവാഞ്ചലിസ്റ്റിനെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഒരു ഓർഡർ കൊടുത്ത് അയക്കുകയാണ്. എവിടേക്ക് അയക്കുന്നത്? ഗസയ്ക്കുള്ള നിർജ്ജന സ്ഥലത്ത്. ജനമൊന്നും ഇല്ലാത്തടത്ത് പോയിക്കോളാൻ. ഡെസേർട്ട് പ്ലേസ്.
അവിടേക്ക് പോകാൻ പറഞ്ഞാൽ എങ്ങനെ പോകാനാ? ഇവിടെ കർത്താവ് എല്ലാം നന്നായി പോവുകയാണ്, ഇപ്പോൾ ഈ മിഷൻ വേണ്ട, എനിക്ക് ഇവിടുത്തെ മിഷൻ മതി എന്ന് പറഞ്ഞ് പറഞ്ഞ് നിർത്തിയില്ല. നോയും ലോഡും കൂടെ രണ്ടും ഒന്നായിട്ട് പോകത്തില്ല. ലോഡ് എന്ന് പറഞ്ഞാൽ കർത്താവിനോട് നോ പറയാൻ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് അവകാശമില്ല. പ്രൈസ് ദി ലോർഡ്. അനുസരിക്കണം. എന്താ അനുസരിക്കേണ്ടത്? നിർജ്ജന പ്രദേശത്ത് എത്ര കിലോമീറ്റർ നടന്നു പോകണം? ഗസ എന്ന് പറയുന്നത് ശമരിയയിൽ, അവിടുന്ന് എത്ര കിലോമീറ്റർ നടന്ന് 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 അവിടെ തന്നെ പോയി ചേരുകയാണ്. ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന ഒരുവൻ ദൈവത്തെ തേടി യെരുശലേമിലേക്ക് പോയി. അവന് ജീവിതത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഒരനിശ്ചിതത്വത്തിലാണ്. എന്താണ് അനിശ്ചിതത്വം? ഇത് ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അറിയുന്നില്ല. ഇത് ഗ്രഹിക്കുന്നുണ്ടോ? ഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും ഒന്ന് വ്യാഖ്യാനിച്ച് തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും? അപ്പോൾ ഈ മന്ത്രിയുടെ ഈ സ്റ്റെപ്പുകൾ സ്വർഗത്തെ ചലിപ്പിച്ചു. ദൈവം അവിടെ പ്രവർത്തിച്ചു. ഒരു ദൂതൻ ഓർഡർ കൊടുത്തു. ദൂതൻ ഓർഡറുമായി ഫിലിപ്പോസിന്റെ അടുത്ത് ചെന്നു. ഫിലിപ്പോസ് ദൈവത്തിന്റെ ഓർഡർ കിട്ടിയപ്പോൾ ഹല്ലേലൂയ, ഗസയ്ക്കുള്ള നിർജ്ജന സ്ഥലത്ത് തേര് വരുന്ന അവിടെ തന്നെ പോയി ചേർന്നു. പിന്നെ പരിശുദ്ധാത്മാവ് ആണ് അവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, തേരിനോട് ചേർന്ന് നടക്കുക. തേരിനോട് ചേർന്ന് നടക്കുക. തേരിനോട് കൂടെ ചേർന്ന് നടക്കാൻ സാധാരണപ്പെട്ട നിലയിൽ നടക്കുകയില്ല. തേര് അവർ ഓടിച്ചു പോകല്ലേ. തേരിനോട് ചേർന്ന് നടന്ന് ഈ മന്ത്രിയോട്, ഈ ഒഫീഷ്യലിനോട് സംസാരിക്കണം. സംസാരിച്ചു. എന്താണ് സംസാരിച്ചത്? വായിക്കുന്നു, ഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു വലിയ ശുശ്രൂഷയുടെ വാതിൽ തുറന്നു. ഇപ്പൊ വാതിൽ തുറന്നു എന്ന് പറഞ്ഞാൽ ഇതെന്ത് ശുശ്രൂഷയാണ്? ഇത് സാധാരണപ്പെട്ട ഒരു ശുശ്രൂഷയല്ല. ഈ ഓരോരുത്തനോട് സംസാരിക്കാനാണോ ഞാൻ അവിടുന്ന് വലിയ ഉണർവെല്ലാം വിട്ട് ഇവിടെ വരേണ്ടി വന്നത്? അല്ലല്ല, ഇത് സാധാരണപ്പെട്ട ആളല്ല. ഇത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണ്. ദൈവത്തിൻ്റെ രക്ഷ അവന് ഞാൻ കാണിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് പല വാക്യങ്ങൾ നാം വായിക്കുന്നു. ദൈവം രക്ഷ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെയുള്ളവർക്ക്. അവർക്ക് സന്തോഷം ഉണ്ടാകുമെന്ന്, അവർക്ക് ഉണ്ടാകുന്നതായ ആത്മീയ അനുഗ്രഹങ്ങളുടെ കലവറകൾ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അന്വേഷകന്റെ ദാഹം, അന്വേഷകന്റെ സമർപ്പണം, ത്യാഗം എല്ലാം സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു. സ്വർഗത്തിലെ ദൈവം ഓർഡർ കൊടുത്തു. ഓർഡർ പ്രകാരമാണ് പോയിരിക്കുന്നത്. തേരിലിരുന്ന് സുവിശേഷം അറിയിച്ചു. സുവിശേഷം അറിയിക്കുന്ന ഒരേ ഒരു വ്യക്തി. മറ്റവരെ തേരോടിച്ചു പോകാതിരിക്കും. അതിൻ്റെ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് അതിവരിക്കുകയാണ്. ഇവിടെ അടുത്തടുത്ത് സീറ്റുകളിലിരുന്ന് സുവിശേഷം നന്നായിട്ട് കേട്ടു. മണിക്കൂറുകൾ കേട്ടു. തേര് പോയി. ഹല്ലേലൂയ. ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് നിന്ന്, ആ ഡെസർട്ടിൽ നിന്ന് എത്രയോ കിലോമീറ്റേഴ്സ്, നൂറ്റുകണക്കിന് കിലോമീറ്റേഴ്സ് പോയി കാണും. എന്നാലും സുവിശേഷം അറിയിക്കുന്നതിന് സ്റ്റോപ്പില്ല. സുവിശേഷം അത് ഉള്ളതുപോലെ അറിയേണ്ട വണ്ണം, ഗ്രഹിക്കേണ്ട വണ്ണം, ഏറ്റുകൊള്ള വേണ്ടിയ വണ്ണം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. ഏറ്റുകൊണ്ടു, സ്നാനമേറ്റു. ആർക്കാണ് ഈ സ്നാനം കൊടുത്തത്? ഒരു വ്യക്തിക്ക് സ്നാനം കൊടുത്തെങ്കിലും ഈ വ്യക്തി മൂലം ഒരു കോണ്ടിനെന്റ് മുഴുവൻ കർത്താവ് ചലിപ്പിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്.
അതിനുള്ളതായ ദൂതാണ് കർത്താവ് ഏൽപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. കോണ്ടിനെന്റ് മുഴുവൻ എന്ന് ചൊല്ലുവാൻ കാരണം എന്താണ്? പിന്നീട് മിഷണറിമാര് അനേക വർഷങ്ങൾക്ക് പിറകെ അവിടെ പോയി ചേർന്നപ്പോൾ അവിടെയെല്ലാം ക്രിസ്ത്യാനികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതെങ്ങനെ വന്നു? ഒരു വ്യക്തിയെ, അത് സാധാരണപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവിടെ എവിടെയും പോയി ഒരു ഗ്രാമത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അങ്ങ് നിർത്തും. എന്നാൽ രാജ്യത്തെ മുഴുവൻ ചലിപ്പിച്ചുകൊണ്ട്, രാജ്യത്തിലെ സ്വത്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ട്, ആ രാജ്ഞിയുടെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ ആയിരുന്നാൽ അതിൻ്റെതായ പണ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഇവാഞ്ചലിസ്റ്റിനെ രാജ്യമെല്ലാം അയക്കത്തക്കവണ്ണം അത്ര സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് കർത്താവ് പൈലപ്പ് മുഖാന്തരം മിഷൻ കൊടുത്തയച്ചത്. അവിടെ പോയിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. അത്രമാത്രം വലിയ ചലനം. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയുടെ മുഖത്ത് നാം പലപ്പോഴും പരതിക്കൊണ്ടിരിക്കുന്നു, പതറിക്കൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എങ്ങനെ ചെയ്യണമെന്നറിയാൻ പാടില്ല. എന്നാൽ ദൈവാത്മാവ് നടത്തിയാൽ ഏറ്റ സമയത്ത് നാം ഏറ്റ സ്ഥലത്ത് പോയി ചേരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവത്തിനൊരു അപ്പോയിന്റഡ് പ്ലേസ് ഉണ്ട്. ഹല്ലേലൂയ. ഒരു അപ്പോയിന്റഡ് മിനിസ്ട്രി ഉണ്ട്. What kind of ministry the Lord has entrusted in you? You should not be lazy. You should rise up and do the ministry for the sake of the kingdom of God and for the glory of God and for the salvation of hundreds of souls. Praise the Lord. We should not take it lightly. We should take it seriously. നാം വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതായ ഒരു മിനിസ്ട്രിയാണ് കർത്താവ് നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്നത്. ഈ മിനിസ്ട്രിയിൽ നമുക്കുള്ള ഉത്തരവാദിത്വങ്ങൾ നാം ഇന്ന് നിറവേറ്റുമ്പോൾ, നാം രക്ഷയിലേക്ക് നടത്തുന്ന വ്യക്തി, നാം സ്നാനത്തിലേക്ക് നടത്തുന്ന വ്യക്തി ആരായിത്തീരുമെന്ന് ഇന്ന് ആർക്കും ചിന്തിപ്പാൻ കഴിയില്ല. അത് നമ്മുടേതായ ചിന്തകൾക്കെല്ലാം അപ്പാർപ്പെട്ട വിഷയമാണ്. ഹല്ലേലൂയ. ബില്ലി ഗ്രഹാമിനെ സുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക് നടത്തിയതായ ഒരു ഉണർവ് പ്രാസംഗികൻ, സാധാരണക്കാരൻ, ആ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ പട്ടണത്തിൽ പോയി സുവിശേഷം പറഞ്ഞപ്പോൾ കർത്താവിലേക്ക് നടത്തപ്പെട്ടു. ആ ബില്ലി ഗ്രാമിനെ അനേക ലക്ഷക്കണക്കായ സോൾസിനെ കർത്താവിലേക്ക് നടത്തുവാൻ ശക്തമായി കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉപയോഗിച്ചു, ഈ നൂറ്റാണ്ടിൽ ഉപയോഗിച്ചു, ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ബില്ലി ഗ്രഹാം ഇല്ലെങ്കിലും സുവിശേഷം പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആയിരങ്ങളുടെ ഹൃദയങ്ങളിൽ, ആലേലെ അത് വാട്സാപ്പ് മൂലമായി, മറ്റ് മീഡിയകൾ മൂലമായി, ആലേലെ എല്ലാം അത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാം ശുശ്രൂഷയ്ക്ക് ലേസിയാകരുത്. ശുശ്രൂഷയ്ക്ക് ലേസിയാകരുതെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ദാസന്മാരെല്ലാം ചെയ്യട്ടെന്നല്ല. നാം എല്ലാവരും ആത്മീയമായി ഒരു ദർശനം പ്രാപിക്കണം, ഒരു ഉണർവ് പ്രാപിക്കണം, ഒരു ശക്തി ധരിക്കണം, ഒരു നിറവായ ആത്മവരത്തോടെ എഴുന്നേറ്റ് പ്രവർത്തിച്ചാൽ എന്തെല്ലാം നടക്കും. ഈ പട്ടണത്തിൽ എന്തെല്ലാം നടക്കും, ഈ തമിഴ്നാട്ടിൽ എന്തെല്ലാം നടക്കും, ഓരോ സ്റ്റേറ്റുകളിൽ എന്തെല്ലാം നടക്കുമെന്ന് നാം കാത്തിരുന്ന് കാണേണ്ട ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ ആത്മീയ സന്ദർശനം ഹല്ലേലൂയ ജീവിതങ്ങളിൽ, ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. അതിന് തക്കവണ്ണം നാം ഈ ദിവസങ്ങളിൽ ദർശനം പ്രാപിച്ചെഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ തിരുവചനത്തിൽ വായിക്കുമ്പോൾ അവന് സന്തോഷമില്ലായിരുന്നു. ആർക്ക്? മന്ത്രിക്ക് സന്തോഷമേ ഇല്ല. എന്തെല്ലാം കാര്യങ്ങളാണ് തന്നെ വല്ലാതെ അലട്ടി വലച്ചതെന്ന് ചോദിച്ചാൽ,
നിശ്ചയമില്ല. ആരെക്കുറിച്ച് എന്താണ് ഒരു നിശ്ചയവും ഇല്ല. എന്തിന് യെരുശലേമിൽ പോയി, എന്ത് പ്രാപിച്ചു, ഒരു നിശ്ചയമില്ല. അവൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഫിലിപ്പിനെ എടുത്തുകൊണ്ട് പോയി. ഫിലിപ്പിനെ എടുത്തുകൊണ്ട് പോയെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഈ മന്ത്രിക്ക് പിന്നെ കുറവുകളൊന്നുമില്ല. സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ഈ ലോകത്തിൽ സന്തോഷമില്ലാതെ ജനം തപിച്ചുകൊണ്ടിരിക്കുക. ഈ പുറമേ കാണിക്കുന്നതായ സന്തോഷമൊന്നുമല്ല, ദൈവത്തിൽ നിന്നുള്ള സന്തോഷം. ഹല്ലേലൂയ. മറ്റ് പണം എത്ര ഉണ്ടായിരുന്നിട്ടും, ഫൈനാൻഷ്യൽ മിനിസ്റ്റർ ആയിരുന്നിട്ടും, സ്ഥാനവും പദവിയും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അവന് സന്തോഷമില്ലാതെ സന്തോഷം തേടിപ്പോയി യെരുശലേമിൽ പോയി നമസ്കരിച്ച് കഴിഞ്ഞ് ചുരുളും വാങ്ങിച്ചുകൊണ്ട് വന്നെങ്കിലും സന്തോഷമില്ല, വായിക്കുന്നതിലും സന്തോഷമില്ല. അല്ലെങ്കിൽ വായിച്ചു വിടുന്നു, ഒരു ഭക്തിയോടെ വായിച്ചു വിടുന്നു, എന്താണെന്നും ഗ്രഹിക്കുന്നില്ല. എന്നാൽ സന്തോഷത്തിൻ്റെ ഉറവിടമായ യേശു ക്രിസ്തുവിനെ അവൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന അവൻ അനുസരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതം വ്യത്യാസപ്പെട്ടു. ആ വ്യത്യാസത്തോടെ ശുശ്രൂഷയ്ക്കായിട്ട് അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം നമ്മുടെ ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ആത്മീയ ചൈതന്യം പ്രാപിച്ച്, ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ച്, ആത്മാവിൻ്റെ നിറവ് പ്രാപിച്ച്, ആത്മാവിൻ്റെ വരങ്ങൾ പ്രാപിച്ച്, ആത്മീയമായ ഉണർവ് പ്രാപിച്ച്, ആത്മീയമായ ദർശനങ്ങൾ പ്രാപിച്ച് ഇവിടുന്ന് കടന്നുപോയി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. അതിനു വേണ്ടി നാം എല്ലാവരും ഒരുങ്ങണം. നാം എന്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്? നാം ആരെയാണ് സേവിക്കുന്നത്? ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിൻ്റെതായ പ്രവൃത്തി ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണം. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ആത്മവരങ്ങളെ പ്രാപിക്കണം. ആത്മവരം ഇല്ലാത്ത ഇടത്ത് വലിയ ഉണർവൊന്നും ഉണ്ടാകത്തില്ല. ആത്മവരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയശക്തിയാൽ ഒരുത്തനും ജയം നേടുകയില്ല. ആത്മാവാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞു? തേരിനോട് ചേർന്ന് നടക്കാൻ. ആത്മാവ് പറഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം ആത്മാവങ്ങ് ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയ്ക്കെല്ലാം തൻ്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തി, അധികാരപ്പെടുത്തി, ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ നൂറ്റുകണക്കിന് കിലോമീറ്റർ എങ്ങനെയാണ് തിരിച്ചു പോകുന്നത്? എങ്ങനെയാണ്? ആത്മാവ് കാര്യം ഏറ്റെടുത്തു. ഇത്ര വലിയ ശുശ്രൂഷയ്ക്ക് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് വിധേയപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയെ സ്വർഗത്തിലെ ദൈവം മറന്നു കളയുമോ? നമ്മുടെ ദൈവം നമ്മെ മറന്നു കളയില്ല. നമ്മുടെ ദൈവം നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന് വേണ്ടി ചുവടുകൾ എടുത്തു വയ്ക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വിശ്വാസത്തിന്റെ ചുവടെടുത്തു എടുക്കുന്ന കർത്താവിന്റെ ദാസ, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്രോഗ്രാമുണ്ട്. ദൈവത്തിൻ്റെതായ പ്രോഗ്രാം എന്നവാണ്. അവിടെ ഒരു സിറ്റിയിൽ മാത്രം അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ആഫ്രിക്ക മുഴുവൻ ശുശ്രൂഷിക്കുവാൻ കരുത്തുള്ളതായ ഒരു വ്യക്തിയെ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കായിട്ട് ഹല്ലേലൂയ ബലപ്പെടുത്തി, ഹല്ലേലൂയ ശുശ്രൂഷകൾക്കായിട്ട് ഹല്ലേലൂയ ബുദ്ധി ഉപദേശിച്ചു, ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിച്ചു, യേശുക്രിസ്തുവിനെ അറിഞ്ഞു, യേശുക്രിസ്തുവിനെ വിശ്വസിച്ചു, യേശുക്രിസ്തുവിന്റെ കൽപ്പന അനുസരിച്ചു. നീ അടുത്തത് എന്താണ് സംഭവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആത്മാവിന്റെ അഭിഷേകം കിട്ടണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ മന്ത്രിക്ക് കിട്ടണം.
അതിനെന്താ ഫിലിപ്പോസിനെ ഉപയോഗിക്കാഞ്ഞേ? അതിൻ്റെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ആരാഞ്ഞ് വായിച്ചു നോക്കിയാൽ ഈ യെശയ്യാ പുസ്തകത്തിൽ അഭിഷേകത്തിൻ്റെതായ ആത്മാവിൻ്റെതായ ശക്തി വരുമ്പോൾ ഉണ്ടാകുന്നതായ വിഷയങ്ങളൊക്കെ നിറയെ എഴുതിയിട്ടുണ്ട്. ഇത് കൊണ്ടുപോയി വായിച്ചാൽ മതി, കാത്തിരുന്നാ മതി. കാത്തിരിക്കുന്നവർ എന്നെയും കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരത്തക്കവണ്ണം ഒരു ശക്തി പ്രാപിക്കും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ പ്രൈസലോ ശുശ്രൂഷ കർത്താവ് വരമേൽപ്പിച്ചാൽ അത് എവിടെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് കർത്താവ് ആത്മാവ് നമുക്ക് നിർദ്ദേശങ്ങൾ തരും. ആ നിലയിൽ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ശുശ്രൂഷകൾ നിറവേറ്റിയാൽ നാം പരാജിതരായി തീരുകയില്ല, നാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് സാക്ഷികളായിത്തീരും. അവിടുന്ന് ഈ ഫിലിപ്പോസ് എങ്ങനെ തിരിച്ചു നടന്നു പോകും? അല്ലെങ്കിൽ ആ മന്ത്രി ഫിലിപ്പോസിനെ കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോയിരുന്നെങ്കിൽ വേറെ ശുശ്രൂഷകൾ കർത്താവ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നടക്കുകയില്ലായിരുന്നു. എന്നാൽ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രൈസലോ 32 കിലോമീറ്റർ ദൂരത്തിൽ അസ്തോദിൽ ഈ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് അങ്ങ് പോയി. ആത്മാവ് എടുത്തുകൊണ്ട് പോയെന്നാ വായിക്കുന്നത്. പ്രൈസലോ ആത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. എത്രയെത്ര പേർക്ക് ആത്മാവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കർത്തൃദാസൻ വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഒരു കൺവെൻഷന് പോയി രാത്രിയായി ശുശ്രൂഷകളെല്ലാം നിറവേറ്റി മടങ്ങി വന്നു. അപ്പോൾ ഒരു തോട്ടിലൂടെ മുകളിലൂടെ ഇട്ടിരുന്നതായ മരപ്പാലത്തെ കയറി വേണം അദ്ദേഹം പോകാൻ. ഒന്ന് രണ്ട് മരങ്ങൾ തെങ്ങും തടിയോ ഏതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതിലാണ് തിരിച്ചു പോകേണ്ടത്, വീട്ടിൽ പോകേണ്ടത്. പാതിരാത്രിയായി വന്നപ്പോൾ വെള്ളം പൊങ്ങി. എങ്ങനെ മറുകര കിടക്കും? ആ പുള്ളി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മറുകരയിലാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് ആ പാസ്റ്ററെ മറുകരയിൽ കൊണ്ടുപോയി ചേർത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി എന്തെല്ലാം ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ അനേക ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ് ഞാൻ പലപ്പോഴും ഇരുന്ന് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പ്രൈസലോ ആരോടും പണം ചോദിക്കത്തില്ല, ആരോടും എനിക്ക് ഒന്ന് പണം തരണേ മക്കളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ വീട് വെക്കാൻ എന്നും പറഞ്ഞൊന്നും ആരോടും പണം ചോദിക്കില്ല. പണം ചോദിക്കാത്ത എനിക്ക്, ആരോടും പണം ചോദിക്കാത്ത, ആരുടെയും പണം വഞ്ചിച്ചെടുക്കാത്ത എനിക്ക് ലക്ഷക്കണക്കിന് ഓരോ വർഷവും കൊടുക്കാൻ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു. ഇത് എവിടെ നിന്നാണ് ഞാൻ ഇരുന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അത്ഭുതപ്പെടാറുണ്ട്. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. പ്രൈസലോ അങ്ങനെ ലക്ഷക്കണക്കിന് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ തന്നുകൊണ്ടിരിക്കുക. ഞാൻ പല വിഷയങ്ങളും അതെങ്ങനെ സാധിച്ചു, ഈ ബിൽഡിംഗ് എങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചു, ഈ ഇടം എങ്ങനെ വാങ്ങിക്കാൻ സാധിച്ചു, ഇതൊക്കെ ഞാനിരുന്ന അത്ഭുതപ്പെടുന്ന വിഷയങ്ങളാണ്. ഇക്കാലത്ത് കണക്ക് കൂട്ടിയാൽ യാതൊരു നിവൃത്തിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് സ്വർഗത്തിലെ ദൈവം കണ്ടാൽ ബുദ്ധിമാനു വേണ്ടി ചെയ്യേണ്ടതൊക്കെ സ്വർഗത്തിൽ ദൈവം ചെയ്തുകൊള്ളും. അതിനാരുടെ ഒത്താശ വേണ്ട. അത് എൻ്റെതായ വിലയൊക്കെ കർത്താവ് കൊടുത്തുകൊള്ളും. അത് ദൈവം ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. നാം അനേക വാക്യങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ഞാൻ ചെല്ലും. പരമാനന്ദമായ ദൈവത്തിലേക്ക് ഞാൻ ചെന്നാൽ നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ. പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം പരലോക തുല്യമീ വിശ്വാസ സേവനം. ഹല്ലേലൂയ. സൈബർ കുറ്റങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളെ വലയ്ക്കുന്നു. ഗൾഫിൽ എന്നുമെല്ലാം നടക്കുന്നു. ഒരു കുറ്റത്തിന് 100 ലക്ഷത്തിന് മേൽ പിഴ
ഇങ്ങനെയൊക്കെ ലോകത്തിൽ മനുഷ്യൻ്റെ ആദി ഇളക്കുന്ന, അവൻ്റെ ജീവിതത്തെ തകർക്കുന്നതായ അനേക വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഭീകര പ്രവൃത്തികൾ വർദ്ധിക്കുന്നു. നനയ്ക്കാത്ത നേരത്തിൽ എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത്. മതഭ്രാന്തന്മാർ, ജാതി വെറി പിടിച്ച് പ്രവർത്തിക്കുന്നവർ, യുദ്ധങ്ങൾ, സ്വൈരത നഷ്ടപ്പെട്ട് ആത്മഹത്യകൾ, കലാപങ്ങൾ, രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമായിരിക്കുന്നു. ദുഷ്ടന്മാർ, ദുഷ്ടജന്തുക്കൾ എവിടെയും തിരിഞ്ഞ് ഏതെല്ലാം നാശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവജനത്തെ പീഡിപ്പിക്കുന്നവരുണ്ട്. ദൈവജനത്തെ പല വിധത്തിൽ വട്ടിവലയ്ക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. എന്നാലും ഹല്ലേലൂയ, ദൈവം, നമ്മുടെ ദൈവം, ഹല്ലേലൂയ, ഇവിടെ നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ ഒന്നും നഷ്ടമാകത്തില്ല. സ്വർഗം നമുക്ക് സ്വന്തമാകും. നമ്മെ ഹല്ലേലൂയ മേലോട്ട് കൊണ്ടുപോകും ആത്മാവ്. ഹല്ലേലൂയ, ഫിലിപ്പോസിനെ എടുത്തു കൊണ്ടുപോയ ആത്മാവ്, ഹല്ലേലൂയ, യേശുക്രിസ്തു ഹല്ലേലൂയ ഉയരത്തിലേക്ക് പോയതുപോലെ നമ്മെ നേരെ കൊണ്ടുപോയി പറുദീസയിലാക്കും. പ്രൈസ് ദി ലോർഡ്. പറുദീസയിൽ നമ്മെ കൊണ്ടുപോയി ആക്കുവാൻ സർവശക്തനായ ദൈവമാണ്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഹല്ലേലൂയ. നമുക്കിവിടെ വേദനയും നിരാശയും കഷ്ടവും ഉപദ്രവവും നിന്ദയും അപമാനവും ഒക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ നടുവിൽ നാം സന്തോഷിക്കുന്നവരാണ്. പുറമേ നമുക്ക് ഹല്ലേലൂയ പലവിധമായ വിഷയങ്ങളുണ്ടെങ്കിലും ഉള്ളാന മനുഷ്യനിൽ അനുദിനം സന്തോഷിച്ച് ഹല്ലേലൂയ പരമാനന്ദമായ ദൈവത്തിൻ്റെ ആഴങ്ങൾ അറിഞ്ഞ് ഉണർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാണ് ദൈവത്തിൻ്റെ പേർക്ക്. ഇപ്പിടിപ്പെട്ടതായ ആത്മീയമായ ശുശ്രൂഷകൾ കർത്താവ് നമുക്ക് തന്നിരിക്കുമ്പോൾ നാം ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. ഹല്ലേലൂയ, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിനായി ദാഹിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ, ദൈവത്തിനായി ദാഹിക്കുന്നവരുണ്ടെങ്കിൽ മാന്നീർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ എൻ്റെ ഹൃദയം ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. എപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുവാനിടയാകും, എപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാനിടയാകും, ദൈവത്തിൻ്റെ ശക്തി എപ്പോൾ ഞാൻ പ്രാപിച്ചെടുക്കും. എൻ്റെ സ്ഥിതിഗതിക്കെല്ലാം വ്യത്യാസം വരുത്തുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സേവയിലാണ് ഞാൻ ആയിരിക്കുന്നത്. കർത്താവിൻ്റെ സേവയിൽ നാം ആയിരുന്നാൽ നാം എന്തിന് ചഞ്ചലപ്പെടണം, വേദനപ്പെടണം? വിളിച്ച ദൈവം വിശ്വസ്തൻ, അവസാനത്തോളം ജയത്തോട് നടത്തുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. നമ്മെ വഴിയിൽ അലഞ്ഞ് വിലകി പോകുവാൻ നമ്മെ അനുവദിക്കില്ല. ആരും സഹായമില്ലാതെ, ആരും നോക്കാതെ, ആരും ഗമനിക്കാതെ നമ്മളെ ഈ ലോകത്തിൽ അലഞ്ഞലഞ്ഞു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കില്ല. സ്വർഗത്തിലെ ദൈവം ദൂതന്മാരെ അയക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൂതൻ്റെ ശുശ്രൂഷ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയുള്ള വേളകളിലാണ്? എപ്പോഴും നമുക്ക് ദൂതന്മാരുണ്ട് സേവകാത്മാക്കളായിട്ട്. എന്നാൽ അങ്ങനെയുള്ളതായ ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ നാം ആരും ഇല്ലെന്ന് ചിന്തിക്കുമ്പോൾ, വേദനപ്പെടുമ്പോൾ, നാം തള്ളപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, നാം ഒന്നുമില്ല, എല്ലാം എനിക്ക് നഷ്ടമായെന്ന് ആലിൽ ഭാരപ്പെടുമ്പോൾ, സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ നമ്മെ ഹല്ലേലൂയ കൈവിടുന്നവനല്ല. ഹല്ലേലൂയ. ആകയാൽ ഈ നാളുകളിൽ നാം എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങളൊക്കെ എടുത്ത് വായിച്ച് ശുശ്രൂഷിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഹല്ലേലൂയ. ഒരു വലിയ ആത്മീയ ശുശ്രൂഷയ്ക്കായി പിന്നെയും ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. ഫിലിപ്പോസിനെ അസ്തോദിൽ കണ്ടു എന്ന് നാം വായിക്കുന്നു. ആത്മാവ് അവനെ എടുത്തുകൊണ്ടുപോയത് ഈ ഐശ്വര്യവാനായ ഈ മന്ത്രി കണ്ടതാണ്. ഒരു രൂപയും കൈക്കൂലി, ഒരു കൈമടക്ക് പോലും കൊടുത്തില്ല. ഒരു രൂപയും കൈമടക്ക് പോലും കൊടുത്തില്ല. പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയല്ലോ എന്നൊക്കെ ചിന്തിച്ച് കാണും. യാത്രയ്ക്ക് എങ്ങനെ ഇദ്ദേഹത്തിന് ഒരു വഴിയൊരുക്കാമെന്ന് ചിന്തിച്ചോണമെന്ന് അറിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം ആർക്കും കടക്കാരനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു രൂപയും കിട്ടിയില്ലെങ്കിലും ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് ഒരു ഭംഗവും ഇല്ല. പിന്നീട് ശുശ്രൂഷ എവിടുന്നാണ്? അസ്തോദിൽ തുടങ്ങി പട്ടണമായി ശുശ്രൂഷകൾ നിറവേറ്റി കൈസരിയിൽ ചെന്ന് ചേർന്നു. കൈസരിയിൽ ചെന്ന് ചേർന്ന
ആ വലിയ ശുശ്രൂഷ, കൈസര്യം മുഴുവനും ശുശ്രൂഷ. ഹല്ലേലൂയ. ശുശ്രൂഷ ഉള്ളവർക്ക് ഇനിയും അധികം ശുശ്രൂഷ കിട്ടും. പ്രൈസ് ദി ലോർഡ്. The reward for service is more service. The reward for service is more service. നാം കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ശുശ്രൂഷ നിറവേറ്റിയാൽ പിന്നെ ശുശ്രൂഷകളുടെ വാതിലുകൾ ഒന്നൊന്നായി കർത്താവ് തുറന്നു തന്നുകൊണ്ടിരിക്കും. അവിടെ ചെന്നാൽ he was not a failure. He was, hallelujah, with the living God. And the Lord said to him, I be with you always, even unto the end of the age. I be with you always, even unto the end of the age. ലോകത്തിൻ്റെ അവസാനത്തോളം സകല നാட்களிലും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ലോകത്തിൻ്റെ അവസാന നാളുകളോളം ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഭൂലോകം ഒക്കെയും പോകാൻ പറഞ്ഞു. എവിടെ പോയാലും നമ്മോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. മർക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലാണ് നാം വായിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് അവരോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചു. നമ്മോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കരുണയുള്ള കർത്താവ്, വാക്കുമാറാത്ത കർത്താവ്, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ കർത്താവ് എക്കാലത്തും നമ്മെ ജയത്തോടെ നടത്തുവാൻ മതിയായവനാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവത്തെ, അവൻ്റെ വലിപ്പത്തെ ഒന്ന് ഉണരാം. ഹൗ ഗ്രേറ്റ് ഹി ഈസ്. ഓ വാട്ട് എ മൈറ്റി ഗോഡ് വി സെർവ്. ഹല്ലേലൂയ. ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് പേഴ്സൺ in all the universe. He is the greatest, hallelujah, comforter, hallelujah, the companion, and he is for us. If God is for us, who can be against us? എല്ലാവരും പ്രാർത്ഥിക്കാം. എല്ലാ വായും തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ വലിയ നാമത്തിന് ഞങ്ങൾ സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുന്നു. കർത്താവേ, വിളിച്ച ദൈവമേ നീ വിശ്വസ്തൻ. ഈ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനുഗ്രഹിച്ച് ആത്മീയ ഐക്യതയിൽ നിന്ന് കർത്താവിൻ്റെ സേവയിൽ വ്യാപൃതരായിരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. ഈ സെൻ്ററിൽ ശുശ്രൂഷിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കായി സ്തോത്രം. എല്ലാ സഭകൾക്കായി സ്തോത്രം. എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നിന്റെ മക്കളുടെ മേലും അവിടുത്തെ കരം അനുകൂലമായി നീട്ടി നിന്റെ മക്കളെ തൊട്ട്, നിന്റെ മക്കളെ ബലപ്പെടുത്തി, അധികാരപ്പെടുത്തി, ശക്തമായി ഈ നാളുകളിൽ അങ്ങയുടെ രാജ്യത്തിൻ്റെ കെട്ടുമണിക്കായി ഉപയോഗിക്കണമേ. ആത്മാക്കൾ വേർതിരിയുന്നത് കണ്ട് സന്തോഷിപ്പാനിടയാക്കണമേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ഞങ്ങൾ കാണുവാനിടയാക്കണമേ. ദൈവത്തിൻ്റെ കരം വെളിപ്പെടേണ്ടതിനായി, ദൈവത്തിൻ്റെ നാമം ഞങ്ങളിൽ കൂടെ മഹത്വപ്പെടേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവേ, വല്ലഭനെ, നല്ലവനെ, വാക്കുമാറാത്തവനെ, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളങ്ങയ്ക്ക് നന്ദി കരേറ്റുന്നു കർത്താവേ. ഈ വർഷം കാണുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി സ്തോത്രം. ഈ വർഷത്തിൻ്റെ 3-ാം ദിവസത്തിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ ഈ ഭൂമുഖത്ത് ജീവനോടെ വെച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കായി സ്തോത്രം. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷക്കായി സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായ ആത്മീയ നിയോഗങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ തളർന്നു പോകാതെ, ക്ഷണിച്ചു പോകാതെ, മടുത്തു പോകാതെ, ശത്രുവിൻ്റെ ഭീഷണികളെ ഭയപ്പെടാതെ ഈ നാളുകളിൽ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി ശുഷ്കാന്തിക്കുവാൻ, ദൈവത്തിൻ്റെ ശുശ്രൂഷകളിൽ ശക്തമായി പ്രയോജനപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ഈ കൺവെൻഷൻ യോഗക്ക് കർത്താവെ പല വിധത്തിൽ പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന എല്ലാ നിൻ്റെ മക്കൾക്കായി, സെക്രട്ടറിക്കായി, വൈസ് പ്രസിഡന്റിനായി, എക്സിക്യൂട്ടീവ്സിനായി, എല്ലാ കൗൺസിൽ മെമ്പേഴ്സിനും, എല്ലാ ദൈവജനത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ സഹോദരി സഹോദരന്മാരെ അനുഗ്രഹിക്കണമേ.
എല്ലാ യൗവനക്കാരെ അനുഗ്രഹിക്കണമേ. എല്ലാ ചിൽഡ്രനെ അനുഗ്രഹിക്കണേ. എല്ലാ ബേബീസിനെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ സെന്ററിലുള്ള എല്ലാ കർത്തൃദാസന്മാരെയും സഭകളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ തുടർന്ന് കർത്താവ് ഞങ്ങളോട് ഇടപെടണമേ. ഹല്ലേലൂയ. ഈ തുടർന്നുള്ള എല്ലാ കൺവെൻഷൻ യോഗങ്ങളിലും അവിടുത്തെ സാന്നിധ്യം ഇരുന്ന് നീ ഞങ്ങളെ നടത്തണമേ. കർത്താവിൻ്റെ ദാസന്മാരിൽ കൂടെ ശക്തമായ ആലോചനകൾ, ദൂതുകൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ ബലപ്പെടുത്തണമേ, അധികാരപ്പെടുത്തണമേ, ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ദാസന്മാരെ കർത്താവെ നീ ഞങ്ങളുടെ മധ്യത്തിൽ അയക്കുന്നതിനായി സ്തോത്രം, അധികാരപ്പെടുത്തുന്നതിനായി സ്തോത്രം, ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ കിങ്സ്ലി ചെല്ലനായി അങ്ങ് സ്തുതിക്കുന്നു. നിന്റെ ദാസനെ ശക്തമായി ഉപയോഗിക്കണമേ. പാസ്റ്റർ ജെ മാത്യൂസിനെ ശക്തമായി ഉപയോഗിക്കണമേ. പാസ്റ്റർ ജോ തോമസിനെ ശക്തമായി ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ സെൻറ്ററിലുള്ള കർത്തൃദാസന്മാർ ഓരോരോ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ എല്ലാ ശുശ്രൂഷകളും ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ആദിയോടെന്താ കർത്താവ് തന്നെ നായകനായിരുന്നു. എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർത്ത് അങ്ങയുടെ നാമത്തെ ഞങ്ങളിൽ കൂടെ മഹത്വപ്പെടുത്തണം. സർവമാനവും മഹത്വവും അങ്ങേക്കുള്ളത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കൺവെൻഷൻ യോഗങ്ങളെ സമർപ്പിച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാലും സ്തോത്രം. തുടർന്നും കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും